ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ വോക്കിങ്ങിനൊക്കെ പോയി ഇപ്പോൾ വന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ തലമുടിയൊക്കെ ഇരിക്കണം നോക്കി. ചെറിയ ചെറിയ മുടികൾ ഒരുപാട് വളർന്നു വരുന്ന കാരണം എങ്ങനെ ഒതുക്കി വെച്ചാലും അതവിടെ ഇരിക്കില്ല. കളറൊന്ന് ചെയ്തതാണ്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ. 1 മാസത്തിൻ്റെ കൂടുതലായി, 2 മാസമാകാൻ പോകുന്നു. പക്ഷെ കളറൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ മുടി ഇതേ അവസ്ഥയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര ഒതുക്കി വെച്ചാലും അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ വേണ്ട ഒരു ഗ്ലാസ് കറുകപ്പട്ടയിട്ട വെള്ളം കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ, എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരാൾ എന്നോട് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട്, എന്നെ അറിയുന്ന ആളാണ് കേട്ടോ. എന്നോട് ചോദിച്ചു, എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയണേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട്, അത് വേണ്ടാത്ത കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ശരിയാണ്, നമ്മുടെ നാട്ടിലൊരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും മറ്റൊരാൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ അതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒരാളോട് ഷെയർ ചെയ്യാറുള്ളൂ. അത് എനിക്ക് നോർമലി നടക്കുന്ന കാര്യങ്ങൾ ഞാൻ മറ്റൊരാളെ, എനിക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്ന ഒരാളോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് വലയങ്ങളിലുള്ളവരോടൊക്കെ ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലി ആവട്ടെ, എൻ്റെ ഹസ്ബൻഡ് ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ആവട്ടെ, മക്കളാവട്ടെ, എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്നോടൊരാൾ പേഴ്സണലി നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് എന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പോയി ഷെയർ ചെയ്യാറുമില്ല. അത് നമ്മുടെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പം ഞാൻ ജീവിച്ചു പോകുന്ന എൻ്റെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ആ ട്രോമ ഇന്നും ഈ ഏജിലും എന്നെ, ഈ 44 വയസ്സിലും എന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ മുറിവുകൾ ഇന്നും എന്നോ എൻ്റെ മദറിനോട് തോന്നിയ ഇതൊന്നും എനിക്ക് വിട്ടുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു വീഡിയോ, വെറുതെ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളല്ലേ. നാളെ ഇപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാം. നമ്മുടെ ഇതൊക്കെ ഓർമ്മകൾ, നാളെ നമുക്ക് ഓർമ്മയുണ്ടോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ബാക്കി ഈവനിങ് കാണാം.